ക്ഷത്രിയ നിഗ്രഹശേഷം പരശുരാമസ്വാമികൾ രക്തം പുരണ്ട തൻ്റെ വാൾ കഴുകി ശുദ്ധീകരിച്ച് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചതായി പറയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇന്നുള്ളത്. പരശുരാമൻ വാൾ കഴുകി വെച്ചിരുന്ന ക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് ഈ സ്ഥലം വാൾ വച്ച ഗോഷ്ഠം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ യുദ്ധത്തിന് മുൻപായി തൻ്റെ വാൾ ദേവിയുടെ മുന്നിൽ വെച്ച് അനുഗ്രഹം തേടിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രവും പത്മനാഭപുരവും കൊട്ടാരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കം ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാമഗ്രികളും വഴിപാടിനങ്ങളും എല്ലാ മാസവും മറ്റു ഉത്സവ നാളുകളിലും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. മഹിഷാസുരമർദ്ദിനിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശംഖുചക്ര ഗതാവസ്ഥയായ ദേവി വിഗ്രഹത്തിന് 7 അടിയോളം ഉയരമുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കാറ്. നാഗർകോവിൽ നിന്ന് സ്വാമിയാർ മഠം വഴിയും മാർത്താണ്ഡം നാഗർകോവിൽ ദേശീയപാതയിൽ ഇരവിപുത്തൂർ കടന്ന് വലത് തിരിഞ്ഞ് പള്ളിയാടി വഴിയും ക്ഷേത്രത്തിലെത്താം.